ഹലോ, അസ്സലാമു അലൈക്കും. ഈ സ്ഥലങ്ങൾ ആരെങ്കിലും കണ്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഞങ്ങളും കണ്ടിട്ടില്ല. കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് ഞായറാഴ്ച ഒരു ദിവസം ഇറങ്ങിയതേനി. അപ്പോൾ ഇറങ്ങുമ്പോൾ എവിടേക്കൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഇറങ്ങിയതാണ്. കുട്ടികൾക്ക് ഇപ്പോൾ കളിക്കാനുള്ള സ്ഥലത്താണല്ലോ ഓൾക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ എല്ലാ സ്ഥലത്തും പോയതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതാണ് കേട്ടോ. ഇവിടേക്കെന്ന് വിചാരിച്ച് പോകുന്നതല്ല. പക്ഷേ എങ്ങനെ അവിടെ എത്തിപ്പെട്ടെന്നുള്ളത് ഒരു കഥ തന്നെയാണ്. ഇത് കോഴിക്കോട് ജില്ലയിലെ നമ്മളെ പെരുമണ്ണാമുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, കുറ്റ്യാടി. അവിടേക്കാണ് നമ്മൾ പോയത്. പക്ഷേ അവിടെയും പോകണ്ടെന്ന് കുട്ടികൾ പോകുമ്പോൾ നമ്മളോട് പിന്നെ അവിടേക്ക് പോകണ്ട അവിടെ ഒന്നും കാണാനില്ലല്ലോ, കളിക്കാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടമില്ലാണ്ട് പോയതേനി. പക്ഷേ അവിടേക്ക് പോകുമ്പോൾ നമ്മളോട് റൂട്ട് ചെറുങ്ങനെ ഒന്ന് തെറ്റിപ്പോയി. അപ്പോൾ തെറ്റിപ്പോയപ്പോൾ നമ്മൾ എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടത്. സംഭവം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്താൻ കുറച്ചും കൂടി ഒരു ദൂരമുള്ള ഇനി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചെറിയൊരു പോക്കറ്റ് റോഡ് നമ്മൾ കയറിയപ്പോൾ സ്ഥലം തെറ്റിയിട്ട് നമ്മൾ ഇതിലെ കൂടെയൊക്കെ എത്തി. അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കുട്ടികൾ തന്നെ കണ്ടതാണ്. ആ സ്ഥലം ഒന്ന് അവിടെ നിന്ന് നിർത്തിപ്പാന്ന് പറഞ്ഞതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലം കാണാൻ. നിങ്ങൾക്ക് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു അത്ഭുതം തോന്നി. ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടില്ല. നമ്മൾ പല മാളിലും ഒക്കെ നമ്മൾ പോണതാണ്. എപ്പോഴും നമ്മൾ പോണ ഒരു സ്ഥലങ്ങളല്ലേ. ഇപ്പം മാളും എല്ലാം കണ്ട് കുട്ടികൾക്കൊക്കെ മടുത്ത് പിന്നെ പോയോടത്ത് തന്നെ പോണ്ട പറഞ്ഞിട്ട് ബീച്ചിലൊക്കെ നമ്മൾ എപ്പോഴും പോകണമാണല്ലോ. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ എത്തിപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ എന്തോ പറഞ്ഞ് വെച്ച് പോയ മാതിരി പോലെ ഇഷ്ടം പോലെ തന്നെ നടന്നിട്ടോ. ഓർക്ക് കളിക്കാൻ വെള്ളത്തിൽ കളിക്കാനുള്ളിടത്ത് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയപ്പോൾ ഓരോ മനസ്സിൽ ഒരു വിചാരിച്ച മാതിരി തന്നെ ആയിട്ടോ. ഒരു വിചാരിച്ചിട്ട് നമ്മൾ എത്തിപ്പെട്ട മാതിരി തന്നെ ആയിപ്പോയിട്ടുണ്ട്. എന്തായാലും അവിടെ എത്തിയപ്പോൾ അപ്പം പെരുവണ്ണാമുഴി നമ്മളെത്തുന്നതിൻ്റെ മുന്നേ ചക്കിട്ടപ്പാറ ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഞങ്ങൾ മാപ്പ് അടിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. പെരുവണ്ണാമുഴി എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ കുറ്റ്യാടി ഡാം ഉണ്ടല്ലോ, എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ചക്കിട്ടപ്പാറ പറഞ്ഞ അവിടെ നമ്മൾ പിന്നെ ജംഗ്ഷനിൽ എത്തിയാൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പിന്നെ ഒരു 4 കൂടിയ റോഡാണ്. അവിടെ തന്നെ ബോർഡും ഒക്കെ ഉണ്ട്. ചക്കിട്ടപ്പാറ അങ്ങനെ പല സ്ഥലങ്ങളെ പേരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് എത്തിയപാടെ ചക്കിട്ടപ്പാറ ഉള്ള പോക്കറ്റ് റോഡിന് കയറിയാൽ നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ എത്തുക. എല്ലാവരും ഒന്ന് പോയി നോക്കുക. ഇനിയിപ്പോൾ ഈ ഞായറാഴ്ച നിങ്ങളൊന്ന് പോയി നോക്കിയാൽ ആരും ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളോട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ആരും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. നമ്മളും ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരൊറ്റ കുട്ടീനെ നമ്മളിവിടെ കണ്ടില്ല. നമ്മൾ കുറേ നേരം ഇവിടെ നിന്ന് കുട്ടികൾ നമ്മളൊക്കെ കളിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് പോകാൻ നേരത്ത് അവിടെ അടുത്തുള്ള ഒരു 5-6 കുട്ടികൾ വന്ന് ബോൾ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരവിടെ സ്ഥിരമായിട്ട് ബോൾ കളിക്കുന്ന ഏരിയ എന്ന് തോന്നുന്നത്. അപ്പോൾ കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതല്ലാണ്ട് വേറെ ആരും അവിടെ വന്നിട്ടില്ല കേട്ടോ. നല്ല വൃത്തിയുള്ള നല്ല സ്ഥലമാണ്. പിന്നെ ആണെങ്കിൽ ഈ വെള്ളമൊക്കെ നല്ല വൃത്തിയുള്ള വെള്ളവും നല്ല നല്ല കറുപ്പ് പാറകളും ഒക്കെ ആയിട്ട് നമ്മൾ നടന്ന് കാണാൻ കുറേ ഉണ്ട് കേട്ടോ. ഒരു ഏക്കറിലധികം ഉണ്ടാവും, അത്രയ്ക്കുണ്ട്. പക്ഷെ നമ്മൾ ഫുള്ളൊന്നും നമ്മൾ നടന്നിട്ടില്ല. നമ്മൾ കുറേ ദൂരം നടക്കാൻ പേടിയാവും ചെയ്യാം. മഴ എങ്ങാനും വന്നാൽ പിന്നെ അവിടെ കുടുങ്ങിയത് തന്നെ. കയറിക്കാനും കൂടി ഒരു സ്ഥലവും ഇല്ല. പിന്നെ അവിടെയുള്ള അടുത്തുള്ളവരൊക്കെ ആടിനെ മേയ്ക്കാനായിട്ടൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ട് അവിടെ ആടിനെ മേയ്ക്കാനായിട്ട് വന്നവർ. ഓരല്ലാണ്ട് വേറെ ആരെയും നമ്മളവിടെ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ചോദിച്ചപ്പോൾ ഓര് പറഞ്ഞത് ഈ ഒഴുകുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് പിന്നെ ഡാമിലേക്കുള്ള കുറ്റ്യാടി ഡാമിലേക്കുള്ള വെള്ളമാണെന്ന് തന്നെയാണ് ഓര് പറഞ്ഞത്. ഇത് ഒഴുകി അവിടെ എത്താന്ന് ഓര് പറഞ്ഞത്. ഇത് നമ്മൾ പോകുമ്പോഴുള്ള വഴിയാണ് കേട്ടോ. നമ്മൾ തെറ്റിയെന്നാണല്ലോ. ആ തെറ്റിപ്പോയപ്പോൾ തെറ്റിപ്പോയിട്ട് നമ്മളിങ്ങനെ ഈ റോഡുമ്പോൾ കൂടെയാണ് നമ്മൾ കയറിയത് കേട്ടോ. നമ്മൾ പോകുമ്പോൾ വരെയുള്ള വഴി വരെ ഒരു അത്ഭുതം പിടിച്ച വഴിയാട്ടോ. ഇതിലുള്ള ഫുള്ള് ഗ്രാമപ്രദേശമാണ്. മൊത്തത്തിൽ വീടൊക്കെ വളരെ കുറവാണ്. നമ്മൾ കണ്ട ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തിൻ്റെ ആ സൈഡിൽ ഒറ്റ വീടുകളും ഇല്ല കേട്ടോ.
അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഫുള്ള് വീടുകളായിട്ട് വരുന്നത്. ഇവിടെ പോകുമ്പോഴൊക്കെ തന്നെ ഇതാ അവിടെ ഫുള്ള് പറമ്പുകളാണ്, വയൽ അങ്ങനെയൊക്കെയാണ്. വീട് വളരെ കുറവാണ് കേട്ടോ. ഫുള്ള് ഇതാ കണ്ടില്ല വയലായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രദേശമൊക്കെ ഇപ്പോൾ കാണാൻ പിന്നെ വളരെ ബുദ്ധിമുട്ടാണല്ലോ അല്ലേ കാണാൻ. നമ്മൾ എന്നും എല്ലാ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ ബീച്ചിൽ അല്ലെങ്കിൽ മാളിൽ അങ്ങനെ കാണല്ലോ, ഒക്കെ കുട്ടികളൊക്കെ കണ്ട് മടുക്കും ചെയ്യും. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചു നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് വന്ന് നോക്കിട്ടോ. വന്നാൽ നിങ്ങൾക്ക് പിന്നെ വെറുതെ ആവില്ല. ഇവിടെ പോയിട്ട് ഇവിടെയും കണ്ട് പിന്നെ നിങ്ങൾക്ക് കുറ്റ്യാടി ഡാമിലും പോയി അവിടുത്തെ ഡാമും ഒക്കെ കണ്ടിട്ട് തന്നെ തിരിച്ചു പോവാം. എന്തായാലും മോശമാവില്ല. അപ്പം ഇനി ഞായറാഴ്ചത്തെ ട്രിപ്പ് ഒന്ന് എല്ലാവരും ഇങ്ങോട്ടൊന്ന് മാറ്റി പിടിച്ചു നോക്കിട്ടോ. പിന്നെ കുറേ നടന്ന് കാണാനുണ്ട്, പക്ഷെ ചളി അങ്ങനെയൊന്നും ഇല്ല, ഇടയ്ക്കൊക്കെ ഒരു ചളിയേ ഉള്ളൂ. ഇവിടെ ഫുള്ള് പിന്നെ ഇങ്ങനെ പുല്ലുകളായതുകൊണ്ട് അങ്ങനെ ചളിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഈ അരുവി കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഈ അരുവി കുറേ ദൂരത്ത് അങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. തീരെ വീതി കുറഞ്ഞിട്ട് നമുക്കിത് ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഇതിലൊന്ന് കാലിട്ട് ഒന്ന് കൈയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല തെളിഞ്ഞ വെള്ളവും പിന്നെ ആളുകളൊന്നും അങ്ങനെയൊന്നും വരാത്തതിനോണ്ടൊക്കെയും അങ്ങനെയൊന്നും ഒരു വൃത്തികേടൊന്നും കാണാനില്ല. കുട്ടികൾ വേണ്ടിമാതിരി കളിച്ചിട്ടുണ്ട് കേട്ടോ. ഓൾക്ക് അന്ന് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പോയി പോരാം. നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ഇത് ഡാമിൽ എത്തിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടത്. ഡാം ഇതൊക്കെ പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ എല്ലാവരും സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണല്ലോ ഇത്. ഇതിപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളെയും പിന്നെ ഒക്കെ ടൂറിൻ്റെ ഭാഗമായിട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ്. ഇത് പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മുൻപുള്ള ഞാൻ കാണിച്ചു തന്ന പ്ലേസാണ് കേട്ടോ. ഞങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അതിനെന്താ പറയാനുള്ളത്? നല്ല സൂപ്പറാ. ഡാമ് സൂപ്പറാ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. Bye.